എല്ലാവരും യൂട്യൂബിലേക്ക് ചാടി കഴിഞ്ഞ് വരിക. പഠിച്ച് പൊളിച്ച് അപ്പൊ നമ്മൾ ഇന്ന് ലൈവിന് പോവാണ്. ഇനി നേരെ കളി യൂട്യൂബില് കാറി എറിയാൻ പോവാണ്. നമ്മളുടെ കാലത്ത് സെറ്റാക്കിക്കോ. നാളെ കൊല്ലത്തുനിന്ന് വരെ ആൾക്കാർ വിളിച്ചില്ല കഴിയെ മിസ്റ്റർ പോത്തിന്റെ ടീമിൽ ചേർക്കുവാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ പഠനം പ്രശ്നമില്ല, 2ാം ക്ലാസ് വരെ പഠിച്ചാലും പ്രശ്നമില്ല, ക്ഷാണത്തുള്ളമാണെന്ന് പറഞ്ഞു. തന്റേടമാണ്. 10 ആള് ചിലപ്പം തല്ലാൻ വന്നാലും നിക്കണം. അതാണ് യൂട്യൂബ് കയറി. അപ്പൊ എല്ലാരും മനസ്സിലാക്കാൻ ചാനലിന്റെ പേര് മിസ്റ്റർ പോത്ത്. ലിങ്ക് സ്റ്റോറിയിലുണ്ടോ? ബയോയിലുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി പറ മക്കളെ, പറ സുഭാഷ് നിങ്ങൾ പറയും മിസ്റ്റർ പോത്ത് എന്നുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണോ? ഡബ്ല്യൂ ഇട്ടൊളിഞ്ഞി മിസ്റ്റർ പോത്ത് എന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമായിക്കണോ? ഇഷ്ടമായിട്ടില്ല എന്ന് പറയും ആദ്യം. മിസ്റ്റർ പോത്ത് നമ്മളെ കുളിദാസം കണ്ടോക്കളെ വെറൈറ്റി അല്ലേ? എങ്ങനെ ഉണ്ടെങ്കിൽ പറയും. കാല് നല്ല മുടക്കുണ്ട് മക്കളെ. ചെവിന്റെ അടുത്തൊന്നും എത്തണില്ല. ലേസേ നമുക്ക് ലേസം കുറവാണ്. അതേപോലെ കൂളിംഗ് ഗ്ലാസും കുറച്ച് കമ്മിയാ. ഒരുപാട് ചാറ്റുകൾ വരുന്നുണ്ട് ഷാജാൻ, അതിന് റിപ്ലൈസ് കൊടുക്കൂ. ഇനി നമ്മളിങ്ങോട്ട് പറയണെന്ന് വെച്ചാല് ഞമ്മക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വിതറാൻ പോവാണ്. യൂട്യൂബിൽ നമ്മളോട് വിതറാണ്. നിങ്ങൾക്ക് മാണ്ടൊക്കെ തരാൻ പോവാണ്. പൈസ അങ്ങനെ എറിയാൻ പോവാണ് കേട്ടോ. അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ വേണ്ടത് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പറഞ്ഞോളൂ. നമ്മളെ കൂടെ കച്ചിന് നമ്മൾ തരും ചങ്കാളെ. ഓക്കെ അപ്പൊ ഇന്ന് ഫുൾ നമ്മൾ എന്റർടൈനിങ് സ്ട്രീമാണ്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഉണ്ട്. എനിക്ക് 5000 തരുമോ 900 എല്ലാവർക്കും തരും. നമ്മളെ കസാല വേണ്ടേ? കായ എടുത്തോണ്ടേ നല്ല പോരാ. പക്ഷെ തൊപ്പിന്റെ അത്ര ദമ്മൊന്നും ഇല്ല കേട്ടോ. നമ്മള് തേപ്പ് മണിക്കൂറാണ്. തൊപ്പിന്റെ അത്ര ദമ്മൊന്നും ഇല്ല. തേപ്പും പണിയാണ്. ഞമ്മക്ക് 100-500 റുപ്യ കൂലിക്ക് ഇങ്ങനെ പോവാണ് ബംഗാളികളമാര്. രാവിലെ തുടങ്ങും ഒരു ചട്ടി ഇങ്ങനെ തൊള്ളച്ച് പണിണ്ടോ ചർക്ക. ഫുള്ള് നമ്മളോട് ക്യാഷ് വെച്ചിട്ടാണോ മെസ്സേജ് അയക്കണേ? പൈസ ചോദിച്ചവർക്ക് ഫുള്ള് കൊടുക്കും. എന്നാ പോരങ്ങക്ക് നമ്മളെ കൊണ്ട് കജ്ജണ രൂപത്തിൽ നമ്മൾ ചെയ്യും ചങ്കാള. ഷാജാനിക്ക ഐ ലവ് യു. അതിന്റെ മുത്ത എനിക്ക് ഞാൻ എന്താ വേണ്ടേ? എനിക്ക് ഞാൻ എന്താ കുട്ടിയെ വേണ്ടേ? കൽബിന്റെ കൊലെ, സുർക്കിലിട്ട മുന്തിരിയെ, ഔലോസിന്റെ ഉണ്ട. നമ്മൾക്ക് വലിയ സാധനം മക്കളെ എടുക്കാൻ പോവാണ്. ഞങ്ങളെ പ്രശ്നമാക്കണ്ട. എത്ര ഉണ്ടെന്ന് പറയണേ. എത്ര ഉണ്ടെന്നതില് പറയും. പറയുന്ന ആളുകൾക്ക് ഇങ്ങനെ അതിനനുസരിച്ച് സെറ്റപ്പ് ഗിഫ്റ്റും തരും. എത്ര ഉണ്ടെന്നതില് എടാ തൊപ്പി നീ ഇത് കാണുന്നുണ്ടാവണ തൊപ്പി. ഇതുപോലെ ഒരെണ്ണം ശ്രദ്ധിച്ചോണ്ടി, എപ്പോഴും ശ്രദ്ധിച്ചോണ്ടി കേട്ടോ. എപ്പോഴും ശ്രദ്ധിച്ചോണ്ടി. മനസ്സിലായില്ല? ഫുൾ എന്താണ് മാത്രമേ വരുന്നുള്ളൂ. 1000 രൂപ അയക്കോ. എല്ലാവർക്കും പൈസ അയച്ചു ചങ്കള. മുത്തേ ഓണം ഡ്രസ് എടുക്കാനാണ് 2000. ഷെരീഫ് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറയുന്നത്, അത്രയും ഹോസ്പിറ്റൽ കേസായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടോ കളവ് പറയരുത്.
ഇന്ന് നമ്മള് ഓൽക്ക് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ള ആളുകൾക്ക് നമ്മളെ വക ഫസ്റ്റ് 5000 രൂപ സാധാരണ ഇങ്ങോട്ടാണ് പൈസ വരിക, പക്ഷെ നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കുക. നമുക്ക് ഇതിലെ സ്ട്രീം ചെയ്തുള്ള ഒരു ഉറപ്പ് നമുക്ക് മാണ്ട മക്കളെ, നമുക്ക് മാണ്ട. ഇൻസ്റ്റാഗ്രാമത്തെ പൈസ എന്തൊരു പ്രൊമോഷൻ കിട്ടിയാലും നിങ്ങൾക്ക് തരികയാണ്. ബിഗ് ഫാൻ ഫ്രം കാളിക്കാവ്. കാളിക്കാവുന്ന ഒരു ബിഗ് ഫാൻ ഉണ്ട്. കാളിക്കാവുന്ന ബിഗ് ഫാൻ സഞ്ജു. ഐ ലവ് യു സഞ്ജു, ഐ ലവ് യു. നമ്മൾ ഈ ലൈവിന്റെ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും നിങ്ങളെ കഴിവുകൾ തെളിയിക്കാം. മിസ്റ്റർ പോത്തിലേക്ക് ആളെടുക്കുന്നുണ്ട്. ഒരാൾ സെറ്റ് ആയിക്കണം. നമ്മള് റാംബോന്റെ എതിരാളിയായിട്ട് ഒരാളെ സെറ്റ് ആയിക്കണം. നാളെ വരും വലിയ തോക്ക കയറ്റി. നെഞ്ചിന്റെ ഉള്ളിൽ തീയാണ്, കൽബിന്റെ ഉള്ളിൽ കൽബാണ്, കൽബിന്റെ ഉള്ളിൽ തേനാണ്. വയനാട്ടിൽ നിന്ന് ഒരു ഫാൻ വന്നിട്ടുണ്ട്, അശ്വിൻ സജീവ്. വയനാട്ടുകാരാ, ഐ ലവ് യു. വയനാട്ടുകാരൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മളവിടെ വന്നപ്പോ വയനാടുള്ള എല്ലാ നമ്മളെ അനാഥാലയങ്ങളും ഞങ്ങൾ പോയി. നിങ്ങള് കേരള ട്രിപ്പ് നിങ്ങൾ കണ്ടിയോ? കേരള ട്രിപ്പില് ഇതൊക്കെ മുടക്കിയത് നിങ്ങളെ തൊപ്പിയ. ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങളെത്തി തോക്ക് കാട്ടി പേടിപ്പിച്ചു. ഞാൻ നിർത്തി. അനാഥാലയങ്ങൾ അതുപോലെ ഒരുപാട് ചലഞ്ചുമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ എത്തുന്നു, പക്ഷെ അതൊക്കെ നിർത്തി ഞങ്ങള്. അത് മനസ്സിലായി, അത് നിർത്തി. ഒരുപാട് അനാഥാലയങ്ങൾ പോവാ, ഒരുപാട് മൊബൈൽ ഫോണ്. അതിനാണ് ഇപ്പൊ 5 ഫോൺ നമ്മൾ ഗിവ് ആയിട്ട് തന്നെ. ഇനിയും വരുന്നുണ്ട് മക്കളെ. പൊട്ടലാണ്. കണ്ണൂരിന്ന് ഫാൻസ് ഉണ്ട് കേട്ടോ. കാശ് പോയിട്ട് പവർ വരട്ടെ. സിയാൻ ഫ്രം കണ്ണൂർ. കണ്ണൂരിന്ന് ഒരു ഫാന്. എന്താ പറഞ്ഞേ? അല്ല ജസ്റ്റ് ഫാനാണോ? ഓ മൈ ഗോഡ്, കണ്ണൂർക്കാരാ, ഐ ലവ് യു. ഐ ലവ് യു. ഷാജാനിക്ക, ഫുൾ ഷാജാനിക്ക ഫാൻസ് ആണ്. ഒരുപാട് പേര് മെസ്സേജ് ഹായിക്ക ഞാൻ ഹെൽപ്പ് ചെയ്യോ, 1000 രൂപ തരുമോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുടുങ്ങി സൗദി അറേബ്യ. സൗദി അറേബ്യ നമ്മളെ കേരളത്തില് ഫണ്ട് ഇറങ്ങുന്ന ഒരേ ഒരു രാജ്യം അത് സൗദി അറേബ്യയാണ് മക്കളെ. സൗദി അറേബ്യയുടെ പൈസ കൊണ്ടാണ് നമ്മളെ കേരളക്ക് ഇന്ന് ഈ ലെവലിൽ ഇങ്ങനെ കിടുകിടാ വിറപ്പിച്ച് നിക്കണേ. കിടുകിടാ വിറപ്പിച്ച് നിക്കണേ. ഉബൈദ് ഫ്രം നമ്മളെ വാപ്പേരെ സൗദി അറേബ്യ പോയിട്ട് കായ് ഉണ്ടാക്കി. കായ് നമ്മൾ മലപ്പുറത്തേര് പറയാം കായ്. കാസ് നമ്മൾ സ്റ്റാൻഡേർഡ് നല്ല നല്ല കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരാള്. ലുലു ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ സ്വന്തം യൂസുഫ് അലിഖാന്റെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. യൂസുഫ് അലിഖാൻ ഫ്രം കോട്ടയം. മമ്മു ഔട്ട്. മമ്മു ഔട്ട്. മമ്മു അല്ല മമ്മു ഔട്ട്. മമ്മു ജനലിന്റെ മുന്നിൽ കൂടെ ഓടിയത് പൊളിച്ച് മനസ്സിലുണ്ട് കേട്ടോ. എന്നാലും ചങ്ങായി ഒരു ഗ്ലാസ് വെള്ള ആ പാണ്ടിക്കാട് കുഞ്ഞാൽ കൊടുത്തുടേനോ. ലൈവ് എന്നും വേണം. അതാണ് മലപ്പുറം നമ്മൾ കത്തിച്ചൂല മക്കളെ. മലപ്പുറക്കാരൊന്നും നമ്മളൊന്നും പറയില്ല. മലപ്പുറക്കാരൊക്കെ നമ്മളെ ചങ്കാളാണ്, ചമ്പാളാണ്. ഫ്രം കോഴിക്കോട്. പക്ഷെ എന്നൊരു സംഭവം ഉണ്ടായി. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കോട്ടക്കൽ പോയപ്പോ നമ്മളെ തെറി പറഞ്ഞവനെക്കട്ടെ എന്താ ഇവിടെ എല്ലാവരും നമ്മളങ്ങനെ സെൽഫി എടുത്തിട്ട് നമ്മളെ ഹാപ്പി ആക്കി വിട്ടു. അത് പോരടാ. നമ്മക്ക് ഇനി എന്താ വേണ്ടേ? ഇനി മരിച്ചാലെന്താ? സൂപ്പർ ചാറ്റ് ഓൺ ആക്കാൻ പറയുന്നുണ്ട്. സൂപ്പർ ചാറ്റിന്റെ പരിപാടി നമുക്ക് എന്തിനാണ് സൂപ്പർ ചാറ്റ് ചങ്ങായിമാരെ? നിങ്ങളെ കായ് എനിക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ട, ഞാൻ തരാം. നിങ്ങളെ സ്നേഹം മാത്രം. അതാണ് നിങ്ങളെ സ്നേഹം മാത്രം. സ്നേഹം മാത്രം നെഞ്ചിന്റെ ഉള്ളിൽ നീയാണ് മമ്മോ. ഏറ്റവും കൂടുതൽ ഫാൻസ് കൊല്ലത്തുനിന്നാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. കൊല്ലക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചങ്കാണ്. ഒരു ഹായ് തരുമോ? ഐ ലവ് യു മുത്ത. നമ്മളെ ഈ ഒരു ഇതിലൂടെ നിങ്ങൾക്ക് ആർക്കൊക്കെ പരിചയപ്പെടാം, എല്ലാവർക്കും പരിചയപ്പെടട്ടെ. ഒരു പ്രശ്നമില്ല മക്കളെ. ഇവിടെ ഡിമാൻഡ് നിങ്ങൾക്ക് വരുന്നവർക്ക് വരാം. മലപ്പുറം ചട്ടിപ്പറമ്പിലേക്ക് നിങ്ങൾ മുഖം നമ്മളെ ലൈവ് കൂടി കാണിക്കണം. ഇങ്ങോട്ട് പോരി. ഇവിടെ അപ്പോയിന്റ്മെന്റ് ഇല്ല. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണ്ട. തമിഴ്നാട് ഒന്നുമില്ല. ഇവിടെ ഫുൾ ഫ്രീ എൻട്രി. ഇനി വരുന്നവർക്ക് വേണമെങ്കിൽ നമ്മൾ കോഴി ബിരിയാണി അതും നൽകും. അതാണ് ലവ് ഫ്രം നിലമ്പൂർ. ലവ് ഫ്രം ഫലസ്തീൻ. ഒരു വെടി റാംബോന്റെ ആ ഉട്ടിന്. ലവ് ഫ്രം അരീക്കോടുന്നോ? നാളെ നമ്മൾ വേറെ വേറെ ക്യാരക്ടറുമായിട്ട് വരും. താടി ഇതൊക്കെ കുറിച്ച് നാളെ ഞാൻ പെണ്ണിന്റെ വേഷത്തിലോ ഇല്ല, വല്യമ്മാന്റെ വേഷത്തിൽ. ലക്ഷദ്വീപ് ഒരാൾ വന്നിട്ടുണ്ട്. ലക്ഷദ്വീപ് ഷാനിദ് റഹ്മാൻ. ലക്ഷദ്വീപ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം കേട്ടോ ലക്ഷദ്വീപ്. ഇൻഷാല്ലാ ലക്ഷദ്വീപ് നമ്മൾ വരുന്നുണ്ട്. ലക്ഷദ്വീപ് നമുക്ക് അവിടെ ഒരു കൊളാബ് കിട്ടും. ലക്ഷദ്വീപ് ആകുമ്പോൾ ഫുൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്.
അപ്പൊ നമ്മൾ ഞാൻ ലക്ഷദ്വീപൊക്കെ ഒന്ന് പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ അവിടെ വെച്ച് കാണാം ബ്രോ. ഓക്കെ. അസ്സ ലവ് ഫ്രം ദുബായ്. ദുബായിന്ന് ഒരുപാട് പേര് നമ്മൾ ലൈവ് കേട്ടോ. തന്നെ മാഷാ അല്ലാ. അങ്ങടെ മറ്റില്ല കേട്ടോ. അങ്ങാട് എന്റെ അമ്മാനോട് പോയി പറഞ്ഞാ ലൈവില് തെറി വിളിക്കരുത്. അല്ല ലൈവില് തെറി വിളിച്ചാൽ ഞാനും ലൈവില് തെറി വിളിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു മടിയില്ല മക്കളെ. നല്ല തൊലിക്കട്ടി അങ്ങോട്ട് നല്ല കട്ടിയാ തൊലി കണ്ടങ്ങള് വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. നല്ല കട്ടിയാണ്. ഒരു പ്രശ്നം പടില്ല. ആളൊന്നും ഇപ്പൊ സെറ്റ് ആയി നിങ്ങളെ സെറ്റ് ആക്കി നമ്മളെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് മാണ്ടതൊക്കെ നമ്മള് വളമ്പി തരും. നിങ്ങൾ ഇന്ന മുന്നേ തെറി വിളിച്ചവരാണ്. പ്രശ്നമില്ല. മാപ്പ് തന്നിരിക്കുന്നു. ഫ്രം കുവൈത്ത്. ഓ മൈ ഗോഡ്. ഷാവുല ആരുടെ മുത്ത ഇപ്പോഴാണ് സെറ്റ് ആയത് ഷാജാൻ. അടിപൊളി. വേറെ ആള് അപ്പു ഇപ്പോഴാണ്. ഐ ലവ് യു മുത്ത. ഐ ലവ് യു. പട്ടാമ്പി ഒരുപാട് സ്ഥലം മൈസൂര്. പിന്നെ ഒരു ഇതും കൂടി നമ്മളെ ട്രോള് ആൾക്കാരൊക്കെ നാളെയാണ് അത് ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിന്നിപ്പോ റിബണൊക്കെ കട്ട് ചെയ്ത് നാളെ ഇങ്ങനെ വരും. ട്രോളുകൾ ഇങ്ങനെ വരും. തൊപ്പിന്റെ അടുത്ത് കസാല അല്ലട്ടത്. ഇത് ബാക്കൊക്കെ മറിയാണ്. ഇതൊക്കെ ചെങ്ങാഞ്ഞ ഒരൊറ്റ അടിയാണ്. നല്ല കസാല ഒക്കെ വാങ്ങണ്ടേ. ഇനി അടുത്ത പ്രാവശ്യം ഈ കസാലക്ക് എന്താണ് കുറവ്? ഇത് ഇങ്ങനെ പോവാണ്. നമുക്ക് ഇത്ര വലിയ കസാല, നമ്മൾ ചെറിയ കസാല മതി. നമ്മളെ മാണെങ്കിൽ ബക്കറ്റുമ്പോ ഇങ്ങോട്ട് ലൈവ് ചെയ്യും. വല്ലാത്ത ജാതി ബക്കറ്റുമ്പോ അങ്ങനെ ഇരിക്കും. നമ്മക്ക് ഒരു പ്രശ്നം ബക്കറ്റ് പെയിന്റ് ബക്കറ്റ് അറിയെങ്കിൽ സ്വാലിഹ് വ്ലോഗ്. ഇപ്പോൾ ഷാജാൻ പവറായി. സാലിഹ ഇങ്ങനെ പവറായി വരട്ടെ. നിങ്ങൾക്ക് ഇനി നമ്മളെ ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറിയോ നിങ്ങൾക്ക് നിങ്ങളെ കഴിവുകൾ എന്തെങ്കിലും തെളിയിക്കണോ? മക്കളെ ഒരു ഉറുപ്പ്യ വേണ്ട. പൈസ കണ്ണ് മഞ്ഞൾച്ച കണ്ണാണ്. നേരെ കണ്ണടെ കട കണ്ട് അതായി കണ്ടേ. പൈസ നമ്മുടെ ഒരു വിഷയമല്ല. ഇക്ക പൊളിയാണ്. ബിഗ് ഫാൻ. ഇക്ക ലവ് യു. ഇക്ക യാസിൻ ഐ ലവ് യു മുത്ത. അനക്ക് 1000 പുച്ഛണ്ടകൾ അർപ്പിച്ചുകൊണ്ട് നിന്റെ സ്വന്തം മിസ്റ്റർ നമ്മളെ പേര് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനത്തെ പേര്? എങ്ങനത്തെ നമ്മളെ പേര്? പേരെങ്ങോട്ട് പറ. അത് ഡബിള് നോക്കിയേക്കാണ് നമ്മള്. ഷാജഹാനിക്ക പൊളിയാണ്. ഷെഫ്ന ബാനു. താങ്ക് യു. പെണ്ണുങ്ങളോട് നമ്മൾ ഐ ലവ് യു പറയില്ല കേട്ടോ. നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെടുത്ത് കുത്തും. അതുകൊണ്ട് ആ പരിപാടി ഇല്ല. അതിന് ആരും വരണ്ട. ലവ് ഫ്രം പട്ടിക്കാടോ? പട്ടി വിളിച്ചോ? നമ്മളെ നായ പട്ടിയൊന്നും വിളിച്ചല്ലോ കേട്ടോ. ചങ്ങായേ എന്താടാ അങ്ങനൊക്കെ? ഫയറായി. എവിടെ ഫയറോ? ഞാൻ നല്ല ഡീസന്റ് ആണ്. ഇങ്ങോട്ട് നോക്കാ നിങ്ങള്. ഞാൻ ഫുൾ ദമ്മിൽ ഇങ്ങനെ നിൽക്കണതാണ്. എന്തോ ഒരു ഇതാണ്, എന്തോ ഒരു മാന്യന. ഞാൻ നിഷ്കളങ്കമായ മുഖം. ഇങ്ങനെ സുഖിപ്പിക്കല്ലോ. പൊന്നാരൻ ഡാൻസിൽ എനിക്ക് ഞാൻ ഒന്നുണ്ട്. ചാന്ത് പൊട്ടാജി എന്താടാ ചങ്ങായി? ഇപ്പൊ ഇന്ന ലൈവിലൊന്ന് കണ്ട് ജിന്റെ മുതൽ നക്കാം. എനിക്ക് ഒരു ഉപ്പ് വരില്ല. എന്റെ കുട്ടികളാണ്. അപ്പൊ പറയാനുള്ള നാളെ എല്ലാരും ഊക്കും. ഞാൻ പറയും എല്ലാരും ഊക്കും മക്കളെ. ഊക്കിയിട്ട് കൊല്ലും. ഒരു സംശയമാണ്. 2 കൽപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അതാണ് ട്രോളന്മാരൊക്കെ വീടെടുത്തോട്ടോ. എടുത്തോളേ ഡബ്ബർ കട്ടിൽ എടുത്തോളേ റബ്ബിൾ കട്ടിൽ പാട്ടിടുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ കുറച്ച് ഇരുട്ടത്തെ അന്ന് ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കി. നല്ല നിറമുള്ള ലൈറ്റ് ഒക്കെ വെച്ചു മക്കളെ. വേറെ ലെവലാണ് ബ്രോ. ഞാൻ നല്ലോണം എഡിറ്റ് ചെയ്യും. എന്നെ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്യോ? എന്താ മൊത്തം ചെയ്യാ? ഇൻസ്റ്റയിലൂടെ മെസ്സേജ് അയച്ചു അങ്ങോട്ട് പോരാ. അനക്കുള്ള ഫ്ലാറ്റ്, ഫുഡ്, അനക്കുള്ള സാലറി സെറ്റ്. ഓക്കെ. അടിപൊളി എഡിറ്റ് ചെയ്യണം. നിന്റെ എഡിറ്റിംഗ് കണ്ടിട്ടില്ലേ? നിന്റെ എഡിറ്ററെ കാണിച്ചു തരാം. അങ്ങോട്ട് വേണം. നിന്റെ എഡിറ്ററെ കാണിച്ചു തരാം. മുസ്ലിം അവിടെ മുടിയാണ് നിങ്ങള്. ഷാറുഖ് ഖാന ഏത് തരത്തിൽ എഡിറ്റോൺ ചെയ്യും? ചാടണ വേണോ? ഓടണ വേണോ? ഇരിക്കണ വേണോ?